ഭക്തി നിറവിൽ കരിക്കകം രാവിലെ 10:15 പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ കരിക്കകം പൊങ്കാലയ്ക്ക് തുടക്കമായി. രാത്രി നടക്കുന്ന ഗുരുസിയോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. കെ പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, പൊങ്കാല പുരോഗമിക്കാൻ എപ്പോഴത്തേക്കാകും നിവേദ്യ ചടങ്ങ് നടക്കുക? എന്താണ് വിവരങ്ങൾ? കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ കരിക്കകം ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ പൊങ്കാല സമർപ്പണത്തിന്റെ ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ട്. 2:15 പൊങ്കാല തർപ്പണം നടക്കുക. അതിനുശേഷം പിന്നീട് മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ ഉണ്ടാകും. ദീപാരാധന അടക്കമുള്ള ചടങ്ങുണ്ടാകും. അതിനുശേഷം വൈകിട്ടോടുകൂടി തന്നെ രാത്രി 9:30 അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കും. അതിനുശേഷമാണ് ഉരുതി പൂജ നടക്കുക. അതിനുശേഷം നട അടക്കുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് കരിക്കകത്തമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തിയാകും. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അത്രയേറെ ഭക്തർ വിശ്വാസത്തിന്റെ ഭാഗമായി വ്രതമനുഷ്ഠിച്ച ദിവസങ്ങൾ നീണ്ട പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ക്ഷേത്രത്തിൽ കരിക്കകത്തമ്മയെ കാണാനായി എത്തിയിരിക്കുന്നത്. അവരെല്ലാം തന്നെ ഇപ്പോൾ പൊങ്കാല സമർപ്പണത്തിന്റെ പൊങ്കാല ഒരുക്കുന്നതിന്റെ ചടങ്ങുകളിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. 10:15 തന്നെയാണ് പണ്ടാരടപ്പിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്നുള്ള ഭദ്രദീപം കൊളുത്തിയതോടുകൂടി തന്നെയാണ് മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകർന്നത്. തുടർന്നാണ് പൊങ്കാല നിവേദ്യ ഒരുക്കുന്ന ചടങ്ങുകളിലേക്ക് കടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ക്ഷേത്രം ഏറ്റവും പ്രധാനമാകുന്നത് ഇവിടുത്തെ ചില വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കൂടിയാണ്. ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുന്ന കൂടി ചില പ്രത്യേകതകൾ കൂടി ഉള്ളതാണ് ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഇവിടെ കൊണ്ടുവന്ന ഒരു കാലത്ത് രാജഭരണകാലത്ത് മോഷ്ടാക്കളായ ആളുകളെ അല്ലെങ്കിൽ കളവ് പറയുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് സത്യം ചെയ്യിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ദേവിയുടെ മുന്നിൽ നിന്ന് കളവ് പറയുന്ന ആളുകൾ ഒരു വർഷത്തിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കില്ല എന്നുള്ളതായിരുന്നു വിശ്വാസം. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സന്നിധിയിൽ ദേവിക്ക് മുൻപിൽ നിന്ന് ആരും കളവ് പറയില്ല എന്നുള്ള വിശ്വാസം അതിന്റെ ഭാഗമായി, ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ മാറിയതാണ് ക്ഷേത്രത്തിന്റെ ഒരാചാര്യം. അങ്ങനെയാണ് സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്ന നിലയിലേക്ക് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം മാറുന്നത്. ഒപ്പം തന്നെ ഈ ദേവി, അതായത് 3 ഭാവങ്ങളിൽ ചാമുണ്ഡി ദേവി കുടികൊള്ളുന്ന ക്ഷേത്രം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ദേവി, അതായത് വടക്കേ മലബാറിൽ നിന്ന് ദേവി ചൈതന്യം കൊണ്ട് ദേവി അവിടെ ഉപാസിച്ചിരുന്ന നമ്പൂതിരി ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായി എത്തിയ വ്യക്തി കൂടി അദ്ദേഹത്തിന് കൈമാറിയതാണ് ദേവി വിഗ്രഹം. അവിടെ നിന്ന് പിന്നീട് ഇവിടെ തൊട്ടടുത്തുള്ള തറവാട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്നാണ് പിന്നീട് ഈ കരിക്കകം ഭാഗത്തേക്ക് എത്തുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് ഈ ദേവി, അതായത് തുടക്കത്തിൽ ആദ്യകാലങ്ങളിൽ ദേവി ആരാധിച്ചിരുന്ന ആൾ ഗുരുവെന്നും പിന്നീട് മന്ത്രമൂർത്തി എന്ന നില, അതായത് ഈ ദേവി അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് കരിക്കകത്ത് പ്രതിഷ്ഠിച്ച ആ വ്യക്തിയെ, ആ തിരുമേനിയെ മന്ത്രമൂർത്തി എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. ഈ 2 പേർക്കും ഇവിടെ പ്രത്യേകം സംവിധാനങ്ങൾ ക്ഷേത്രത്തിനകത്ത് തന്നെ അവർക്ക് പ്രത്യേകം കോവിലുകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്ഷേത്രത്തിലെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അന്ന് ദേവിക്ക് നിവേദ്യമായി അർപ്പിച്ചിരുന്നതാണ് പൊങ്കാല. പിന്നീട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ വേളയിലടക്കം തന്നെ ദേവപ്രശ്നത്തിലാണ് ഇത് ദേവിയുടെ ഇഷ്ട നൈവേദ്യമായി മാറുകയും അത് അങ്ങനെ ഇഷ്ടനൈവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നതോടുകൂടി തന്നെ ദേവിയുടെ അഭീഷ്ടം സിദ്ധിക്കുകയും ഒപ്പം തന്നെ എല്ലാവരുടെയും അനുഗ്രഹവും അതിന്റെ ആഗ്രഹങ്ങളും എല്ലാം തന്നെ സഫലമാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് വിശ്വാസത്തിന്റെ ഭാഗമായി, ജീവിത ചര്യയുടെ ഭാഗമായി തന്നെ കരിക്കകത്തെ പൊങ്കാല മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആറ്റുകാല പൊങ്കാലയ്ക്കോടൊപ്പം തന്നെ നിൽക്കാവുന്ന രീതിയിൽ വിവിധ ദേശത്ത് നിന്ന് നിരവധി ആളുകൾ തന്നെയാണ് കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച അഭീഷ്ട സിദ്ധികൾ നേടാനും ഒപ്പം തന്നെ ആഗ്രഹ സബലീകരണത്തിനായി എത്തിച്ചേരുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ കുട്ടികൾ ഇല്ലാത്ത ആളുകൾ അടക്കം ഉള്ളവർ വന്ന് അവരുടെ സന്താന ലബ്ധിക്ക് വേണ്ടി അടക്കം പ്രാർത്ഥനകൾ നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കരിക്കകത്തമ്മ. അതുകൊണ്ട് തന്നെ അത്രയധികം ഭക്തർ നിരവധിയായിരുന്നതാലും വലിയ ഒരുക്കങ്ങൾക്ക് ശേഷം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെയും മറ്റ് സംവിധാനങ്ങളുടെ എല്ലാം തന്നെ ഭാഗമായിട്ടുണ്ട്. എത്തുന്ന ഭക്തർക്കെല്ലാം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള സമീപനങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്ത് അടക്കമുണ്ടാകുന്ന അത്രയധികം വളണ്ടിയർമാരെ വിവിധ ഭാഗങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും ചാക്ക മുതൽ പല സ്ഥലങ്ങളിലായി ക്ഷേത്രത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായും പൊങ്കാല അർപ്പിക്കുന്നത്. അവിടെ പൊങ്കാല തർപ്പണത്തിനായി 100-ലധികം ആചാര്യന്മാരെ ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും പൊങ്കാല അതീവ ഭക്തി നിർഭരമായി തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കെ പ്രശാന്താണ് കരിക്കകം ക്ഷേത്രത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.